ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലൊരു മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒറിജിനൽ ചെടിച്ചട്ടിയിലെ മാങ്ങയൊക്കെ ഇത്രയും വലിയ മാങ്ങ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. പക്ഷേ പ്ലാസ്റ്റിക് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വെറൈറ്റി മാങ്ങാസ്, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, ഉപ്പിലിട്ടത്, അങ്ങനെ വേണ്ട എല്ലാത്തരം മാങ്ങകളും ഒക്കെ ഇവിടെ ലഭിക്കും. അങ്ങനെ നോക്കിയപ്പോഴാണ് ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ കണക്ക് മാങ്ങയുടെ ഇടയിൽ ചക്കയൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഞാനിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ കഴിഞ്ഞ മാംഗോ ഫെസ്റ്റിന് വന്നപ്പോൾ ഒരു അടിപൊളി പാനിപൂരി കഴിച്ചിരുന്നു. അത് തപ്പിയിട്ടുള്ള വരവാണിത്. അപ്പം നോക്കിയപ്പോഴത്തേ മാംഗോ ഐസ്ക്രീമൊക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും തേണ്ടേ മാംഗോ ബിരിയാണി. ഞാൻ മാംഗോ ബിരിയാണി ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളിയുടെ ബട്ടൺസ് പൊട്ടി എൻ്റെ കണ്ണിൽ തെറിക്കുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ വിഷയം. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാനിപൂരി തിരക്കി നടന്നപ്പോൾ പാനിപൂരി സെക്ഷൻ എത്തി. പക്ഷേ ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പാനിപൂരി. അവസാനമാണ് ഗൈസ് നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. നമ്മൾ വന്ന മാംഗോ ഫെസ്റ്റിവൽ ബംഗ്ലാദേശ് മാംഗോ ഫെസ്റ്റിവൽ ആയിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ കണക്ക് പാനിപൂരിയൊക്കെ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തോ പുള്ളിക്ക് എന്നോട് ഇച്ചിരി സ്നേഹം ഉള്ളത് കൊണ്ടാണോ എന്നറിയാൻ വയ്യ, പുള്ളി ഒരു പാനിപൂരി എക്സ്ട്രാ വെച്ച് തന്ന്. പിന്നെ കുഴപ്പമില്ല, നല്ല സെർവിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തിരക്കായിട്ടുള്ളത് പാനിപൂരി ആയിരുന്നു. എന്നാലും ഞാൻ ഉദ്ദേശിച്ചാൽ അത്രയൊന്നും വന്നില്ല. എന്തായാലും ഇതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ചമ്മൽ ആ മുഖത്തൊന്നും കാണിക്കാതെ വിധം വേണമല്ലോ നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാൻ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നോക്കണത് ഇവിടെ ഒരു ഗെയിം. ഇത് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഫെല്ലാക്കി തേൻ്റെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഴുത്ത മാങ്ങ കഴിക്കാൻ കൊതിയോടുകൂടി വാങ്ങി. പക്ഷേ ഒരു കാശിനും കൊള്ളത്തിലായിരുന്നു. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അങ്ങ് കഴിക്കുമായിരുന്നു.